ഹായ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ ഉള്ളത് ഉത്തരാഖണ്ഡിലാണ്. ഉത്തരാഖണ്ഡിൽ മസൂരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. മസൂരി പഴയ മസൂരിയാണ്. അതായത് ശരിക്കും ടൗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു 4-5 കിലോമീറ്ററാണ് കേട്ടോ. കാരണം നമ്മൾ അങ്ങോട്ട് പോകാമെന്ന് ചോദിച്ചാൽ, പക്ഷേ ഇവിടെ നമ്മളൊരു സ്ഥലത്ത് പോയിട്ട് ജോർജ് എവറസ്റ്റ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അതായത് നമ്മുടെ എവറസ്റ്റിൻ്റെ മാപ്പ് എന്തോ ക്രിയേറ്റ് ചെയ്ത ആൾ, അങ്ങനെ എന്തോ ആണ്. കറക്റ്റ് ഞാൻ നോക്കിയിട്ട് ഞാൻ പറയാട്ടാ. അപ്പോൾ ആ ഒരു സ്പോട്ടാണ്. പുള്ളി അവിടെ എന്തോ ലബോറട്ടറി കാര്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളി അവിടെയായിരുന്നു. പുള്ളി എന്തോ ഇംഗ്ലണ്ട് ഏതൊരു രാജ്യക്കാരാണ്. അപ്പോൾ പുള്ളിയാണ് ഇവിടെയുണ്ട് ഇവിടെ എന്തോ ലബോറട്ടറി കാര്യങ്ങളുണ്ട്. അവിടെയാണ് പുള്ളി നിർണ്ണയിച്ചിരുന്നത്, വർക്ക് ചെയ്ത്. പുള്ളിയുടെ എന്തോ പറഞ്ഞു. അപ്പോൾ അത് ഒരു എന്താ പറയുക, എന്തോ എന്നോട് പുള്ളി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി മരിച്ച് കഴിഞ്ഞിട്ട് ആ ഒരു സ്പോട്ടിന് അങ്ങനെ ഒരു പേര് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളങ്ങാടെയൊക്കെ കണ്ട പോകണം. വലിയ വ്യൂ പോയിൻ്റാണ്. എനിക്ക് തോന്നുന്നു അവിടെ എന്തോ ചാർജസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ ചാർജസ് ആണെങ്കിൽ നമ്മൾ നമ്മൾ അന്വേഷിച്ചിട്ടേ പോകുള്ളൂ. കാരണം അത്രയും നമ്മുടെ കയ്യിലില്ല ബഡ്ജറ്റ്. അങ്ങനെ കാരണം ഇവിടം വരെ വന്നിട്ട് നമ്മളത് കാണാണ്ട് പോകണത് ശരിയല്ല. അപ്പോൾ എന്തായാലും നമ്മൾ കാണണം. അപ്പോൾ നമ്മൾ ഇതാട്ട റൂം, നമുക്ക് ആളിൽ തന്ന റൂം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മൾ രാവിലെ എണീച്ചേട്ടാ. അപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇറങ്ങണേ, എന്നിട്ട് വേണം ബാഗ് പാക്ക് ചെയ്യാനേട്ടാ. അപ്പോൾ ഇതാണ്ട പിന്നെ സൈക്കിൾ കാര്യങ്ങൾ ഞാൻ ഇവിടെ ഉണ്ടാ പാർക്ക് ചെയ്ത സൈക്കിളൊക്കെ അവർ നനഞ്ഞിരിക്കുന്നത്. ഇവിടെ നല്ല വ്യൂ നോക്കിയാൽ നിങ്ങൾ, നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഈ കാണുന്ന നമ്മുടെ മസൂരി ആണ് കേട്ടോ. മസൂരി സിറ്റിയാണ് ഈ കാണുന്നത്. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ നിന്ന് കാണുമ്പോൾ. നമ്മളിപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഓണറിൻ്റെ അടുത്ത് വന്നിട്ടാ. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കേണ്ട അകത്ത് പോയേക്കാനാണ്. ഇവിടെ നോക്കുമ്പോൾ കണ്ടില്ലേ, നല്ല കിടിലൻ വ്യൂ ആണ് കേട്ടോ. അടിപൊളിയാണ്. പിന്നെ ഈ കാണുന്ന ഫ്ലവറില്ലേ, അത് മറ്റേ ഇതാണ് ജപ്പാൻ ഫ്ലവറാണെന്നാണ് പുള്ളി പറഞ്ഞത്. അതിവിടെ ജപ്പാനിൽ മാത്രമേ ഉള്ളൂ. പിന്നെ അതും ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ടെന്നാണ് കേട്ടോ എൻ്റെ ഒരു ഇത്. ഞാൻ എവിടെയൊക്കെ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ ഒരു ഫ്ലവർ. പക്ഷെ അത് പുള്ളിനോട് പറഞ്ഞു ജപ്പാനിൽ മാത്രമേ കിട്ടുള്ളൂ എന്ന്. അറിയില്ല കേട്ടോ. അടിപൊളിയാണ്, നല്ല തണുപ്പുണ്ട് കേട്ടോ. പിന്നെ വെയിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് വ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് ചായ കുടിച്ചിട്ട് അതൊക്കെ കാണിച്ചിട്ട് പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. അല്ലേ, നമുക്ക് ചായയൊക്കെ തന്നിട്ടാ. ഹായ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇവിടെ ഉണ്ട് നമ്മൾ നല്ല ഭക്ഷണം കഴിച്ചാൽ നല്ല വ്യൂ ആണ്. എവിടെ ഇരുന്നാലും നല്ല വ്യൂവും കാര്യങ്ങളാണ്. അല്ലേ, തണുപ്പുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ വെയിൽ വന്നിട്ടുണ്ട്, അവിടെ സൂര്യൻ വന്നിട്ടുണ്ട്. ചൂട് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നല്ല വ്യൂ നോക്കി. നല്ല അടിപൊളി റിസോർട്ടും കാര്യങ്ങളൊക്കെ കേട്ടോ. നല്ല വ്യൂ ഉണ്ട്. നിങ്ങൾ ഇതിലൊക്കെ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഞാൻ വേണ്ടി നമ്പർ കൊടുക്കുക. അതായത് എന്തെങ്കിലും ബുദ്ധിമുട്ടാണ്, റിസോർട്ടിൻ്റെ റൂംസിൻ്റെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ പുള്ളിയുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഇപ്പോൾ ചായ കുടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പം നമ്മൾ ഇന്നലെ ഇവിടെ ഉണ്ടാ കറക്റ്റ് വന്നാൽ, എന്നിട്ട് അവിടെ വ്യൂ കാര്യങ്ങളുണ്ട്. കാരണം അവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ഡെറാഡൂൺ ഫുള്ളും കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചില്ല അതെന്ന് വെച്ചാൽ അതിൻ്റെ വ്യൂ. പുള്ളി ഒരു അടിപൊളി മനുഷ്യനാട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ, കാരണം നമ്മളേക്ക് ഇങ്ങനെ സഹായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരോടും ആ ഒരു രീതിയിൽ കാര്യങ്ങളും ഹെൽപ്പും കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പോൾ ആ ഒരു കാരണങ്ങൾ കൊണ്ട് കൂടിയാണ് നമ്മൾ പുള്ളിയുടെ നമ്പറും കൂടെ ഇതിൽ ആഡ് ചെയ്യാമെന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വരാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ പുള്ളീനെ കോൺടാക്ട് ചെയ്താൽ മതി. പുള്ളി എല്ലാ ഡീറ്റെയിൽസും എല്ലാവിധ സഹായങ്ങളും ചെയ്യും കേട്ടോ. അപ്പോൾ ഇന്നലെ ഇവിടെ നിന്നാണ് നമ്മൾ ഇന്ന് വെച്ചാൽ ഇവിടെ നല്ല വ്യൂ. വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷേ കോട ഉള്ളതുകൊണ്ടേ നമുക്കങ്ങനെ കാണാൻ പറ്റില്ല നല്ല രീതിയിൽ. ഉണ്ടല്ലേ, ഈ അടിയിൽ കാണുന്നത് ഡെറാഡൂണാണ് കേട്ടോ. ഡെറാഡൂൺ ടൗണാണ് ഈ കാണുന്നത്. നമ്മൾ വന്ന വഴിയാണ്. അതായത് ഈ ഇറക്കമല്ല, ഈ അടിയിൽ നിന്നാണ് നമ്മൾ മേളിലേക്ക് കയറി കേട്ടോ. അടിപൊളിയാണ് കേട്ടോ. റൂമൊക്കെ പൂട്ടി ബാഗ് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടാ. സൈക്കിള് അടിയിലുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വന്നപ്പോൾ ഇവർ ഭക്ഷണം തന്നിട്ട് നമുക്ക് ആലു പൊറോട്ട ഉണ്ട്, പിന്നെ അച്ചാറുണ്ട്, ചായ എന്നിട്ട് ചായ കുടിച്ച് കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞാ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് അപ്പോൾ ഞാൻ ഇവരെയൊക്കെ പരിചയപ്പെടുത്തി തരാൻ പറ്റുമോ നോക്കട്ടെ. അങ്ങനെ പരിചയപ്പെടുത്തി ഇവർ ഫോട്ടോ എടുക്കുന്നവരൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് കാണാട്ടാ. എന്തായാലും ഇവിടെ നിന്ന് 7 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. കയറ്റോളം തോന്നുന്നു. പിന്നെ അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് തരണം. അങ്ങനെ പ്ലാൻ ഇട്ടേക്കണം. അതേ മേലിൽ പട്ടിയൊക്കെ ഉണ്ട് കേട്ടോ. ഒരു കിഡിലെ ജിമ്മിട്ട സാധനമാണ്. അപ്പോൾ കെട്ടിയിട്ടേട്ടാ. എന്നാലേ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാം. ഇപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോൾ ഇവർ കുറച്ചൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വ്ലോഗ് ചെയ്തിട്ട് ചെയ്യിക്കാമെന്ന് വെച്ചാൽ. അപ്പോൾ ഇവരെയൊക്കെ ഒന്ന് കാണിക്കാട്ടാ. ഹായ്, ഓ നാം ക്യാ ആപ്കാ? मोहन सिंह। आपका? आनंद। आपका? अंकित चौहान। मनोज आर्य।
സഞ്ജയ്. ഓ, ഇവർ ഇവിടെയുള്ള ആളുകളാണ് കേട്ടോ, അതായത് ഉത്തരാഖണ്ഡിലെ ആൾക്കാരാണ്. അപ്പോൾ ഇവർ ഇവിടെയാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ ഈ ഒരു റിസോർട്ടിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് അപ്പോൾ ഇവരൊക്കെ ആയിട്ടൊരു ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാമല്ലാന്ന് വെച്ച്. ഓക്കെ, അപ്പോൾ ഇവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ. യു ആർ നിശാന്ത്. ഓക്കെ, യു ആർ ഓൾസോ ഫ്രം ഉത്തരാഖണ്ഡ്, ഋഷികേശ്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ആളാണ്, മെയിൻ ആളാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടേക്ക് യാത്ര പറഞ്ഞിട്ട് ഇവിടെ നിന്ന് ഇറങ്ങണേ കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് നമ്മൾ കാണാനുണ്ട്, സന്തോഷം. അപ്പോൾ എന്തായാലും ഇവരുടെയൊക്കെ യാത്ര പറഞ്ഞിട്ട് ഇവിടുന്ന് പയ്യെ ഇറങ്ങണേ കേട്ടോ. നേരെ അപ്പോൾ നമ്മൾ പോണത് ജോർജ് എവറസ്റ്റിലേക്കാണ്. ഇവിടുന്ന് ഏകദേശം 7 കിലോമീറ്റർ എന്തുകൊണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇത് കണ്ടില്ലേ, വ്യൂ കണ്ടില്ലേ, നമ്മുടെ സൈഡിലുള്ള വ്യൂ ആട്ടെ ഈ കാണാം. ഇതാ നേരെ കാണുന്ന ഇതില്ലേ, അതാണ് നമ്മൾ താമസിച്ചത്. ഇതാ കാണണം, ഇവിടെ നിന്ന് അടിപൊളിയായിട്ട് കാണാം കേട്ടോ. നല്ല കിട്ടില്ല റൂംസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതെ നോക്കി, അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലായിടത്തും റിസോർട്ടും റൂംസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. കണ്ടില്ലേ, അടിയിലുള്ള വ്യൂ അടിപൊളിയാണ്. ഇപ്പോഴും ആ ഒരു കോട പോയിട്ടില്ല, കണ്ടില്ലേ, ആ മലയിൽ കോട വന്നേക്കണുണ്ടല്ലേ. നല്ല അടിപൊളി കാഴ്ച കേട്ടോ. ഞാനേ പോണ ഒരു കിട്ടില്ല വ്യൂ ആണ് കേട്ടോ. അപ്പോൾ അത് കാണിക്കാണ്ട് നിർത്തിയാണ്. കണ്ടില്ലേ, ഇത് കിട്ടില്ല വ്യൂ ആണെന്ന് നോക്കി. അടിയിൽ കൂടെയൊക്കെ വണ്ടിയൊക്കെ പോകണ്ട, അടിയിലേക്ക് ഇങ്ങാടിയൊക്കെ പോകണത്. എനിക്ക് തോന്നുന്നു അവിടെ ഒരു വാട്ടർഫാൾ ഉണ്ട്, അതാന്ന് തോന്നട്ടാ. അടിപൊളിയാണ് കേട്ടോ കാണാൻ, നല്ല കിട്ടില്ല വ്യൂ ആണ്. എൻ്റെ മോനെ, ആ മലയൊക്കെ നോക്കി, അവിടെയൊക്കെ കോട വന്നിട്ട് ആകെ ഇതായിട്ടാ മൂടിയേട്ടാ. നമുക്ക് എന്തായാലും ഇവിടുന്ന് എനിക്കൊന്ന് ഇതാ കാണണേ കേട്ടാ, ജോർജ് എവറസ്റ്റ് എന്ന് പറയണത്. അപ്പോൾ അങ്ങോട്ട് പോയിട്ട് വേണം അവിടെ നിന്ന് എന്തോ ട്രക്ക് ചെയ്ത് കയറണം കേട്ടോ. എൻ്റെ മോനെ കിട്ടില്ല കേട്ടാ, അടിപൊളി എക്സ്പീരിയൻസ് ആട്ടാ. എന്നാലും പയ്യെ വെയിലുണ്ട് കേട്ടോ അത്യാവശ്യം. എന്തൊരു കിട്ടില്ല സ്ഥലമൊന്നും നോക്കിയാട്ടാ, ഭയങ്കര പീസ്ഫുള്ളാണ്. ഇടയ്ക്കിടയ്ക്ക് വണ്ടി കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടാ. രണ്ടിൽ ഇപ്പുറത്ത് നോക്കി ഒരു കൊക്കെ ഉണ്ടാ, കാരണം അടിയിലൊക്കെ ഇഷ്ടംമാതിരി വീട് കാര്യങ്ങളൊക്കെ ഉണ്ട്. റൂട്ട് നോക്കി നല്ല തണുപ്പുണ്ട് കേട്ടോ. ഇപ്പം അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ. ചില സ്ഥലം കാരണം ഇങ്ങനെ മലയും ഈ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് തണുപ്പടിക്കണം. അല്ലാത്തടത്തൊക്കെ അത്യാവശ്യം വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. രാത്രി നല്ല തണുപ്പുണ്ട് കേട്ടോ. രാത്രി നല്ല നമ്മൾ ഇറങ്ങിയപ്പോഴും ഭയങ്കര തണുപ്പായിരുന്നു. ഞാൻ ആദ്യം ഈ ഒരു റോഡ് കണ്ടപ്പോൾ നമ്മുടെ നീലാകാശ സിനിമയിൽ അങ്ങനത്തെ റോഡ് പോലെ തോന്നിയേട്ടാ. നല്ല അടിപൊളിയാട്ടോ, നോക്കി കാണാൻ അടിപൊളി ഭംഗിയാട്ടാ. ഇനിയിപ്പോൾ ഇറക്കണമെന്ന് തോന്നണ് നമുക്ക്. ഞാൻ പറഞ്ഞു അവിടെയാണ് ജോർജ് എവറസ്റ്റ് എന്ന് പറയണത്. എന്തായാലും അങ്ങോട്ട് പോവാട്ടോ. നമ്മളെ വന്ന റൂട്ട് ഇങ്ങനെ കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അങ്ങാട് പോണ റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസൂരി. പിന്നെ അതെ ഇവിടുന്ന് ഇങ്ങനെ കറങ്ങി യൂട്ടേൺ എടുത്ത് വരുന്നത് നമ്മുടെ ജോർജ് എവറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ഇവിടുന്ന് ക്ലൗഡിൻ്റെ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് കേട്ടോ. നമ്മൾ നേരെ പോണത് ജോർജ് എവറസ്റ്റിലേക്കാണ്ട്. ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതേ ജോർജ് എവറസ്റ്റ് പാർക്കിംഗ് 300 മീറ്റർ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവിടെ എന്തോ ഒരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിന്ന് നമ്മൾ എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വേണം മേളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മൾ അങ്ങനെ ജോർജ് എവറസ്റ്റ് കാണാൻ വേണ്ടി വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു എൻട്രി ടിക്കറ്റ് ഉണ്ട്, 200 എന്തോണെന്ന് തോന്നുന്നു. കാരണം 200 രൂപയ്ക്ക് ഭയങ്കര ചാർജസ് ആണ്. ഇവന്മാര് ഭയങ്കര രീതിയിൽ ഊറ്റണേന്ന് തോന്നുന്നത്. 200 രൂപയ്ക്കൊക്കെ ഭയങ്കര ചാർജാണ്. എന്നാലും നമുക്ക് ഇവിടം വരെ വന്ന് നമ്മൾ കയറണം. അപ്പോൾ നമ്മുടെ സൈക്കിൾ ഞാൻ ഇവിടെ പാർക്ക് ചെയ്തിട്ടാ, കാരണം കയറാണ്ടിരിക്കാൻ പറ്റില്ല. എനിക്ക് ഒന്ന് കയറണമെന്നൊരാഗ്രഹം തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പിന്നെ പൈസ ഒന്നും നോക്കണ്ട. കാരണം ഒന്നാമത്തെ കേസ് പറഞ്ഞാൽ പൈസേനെ കുറിച്ച് ചിന്തിക്കണം. നമ്മുടെ ഇപ്പം ബഡ്ജറ്റ് വളരെ കുറവാണ്. ഞാൻ മാക്സിമം പിശുക്കിയാണ് പോണത്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്തായാലും ടിക്കറ്റ് എടുക്കാം. ടിക്കറ്റ് എടുത്തിട്ട് നേരെ പോകാട്ടോ. അപ്പോൾ നമ്മുടെ സൈക്കിൾ കാര്യങ്ങളൊക്കെ ഇവർ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. സാധനങ്ങളൊക്കെ സേഫാന്ന് പറഞ്ഞാൽ അതുപോലെ ക്യാമറയൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെ ഓരോ കടകളിൽ ഓരോ ആളുകൾ പാർക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിനൊക്കെ നല്ല ചാർജാണ്. 200 രൂപ. കാറൊക്കെ ആണെങ്കിൽ 200 രൂപ എന്നാട്ടോ പറഞ്ഞാൽ. അപ്പോൾ അതെ ഇവിടെ നമ്മൾ കയറണം. സൈക്കിള് വേണമെങ്കിൽ കയറ്റാം. പിന്നെ അതെ 200 രൂപ ആയിട്ടാ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. സൈക്കിൾ വേണമെങ്കിൽ കയറ്റാട്ടാ. ഞാൻ സൈക്കിൾ കയറ്റണ്ട, നടന്ന് കയറല്ലാന്ന് വെച്ച്. സൈക്കിൾ ഇനി തള്ളി കയറ്റേണ്ടി വരും കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് ദൂരം സൈക്കിൾ പോയിട്ട് അവിടെ വെച്ചിട്ട് പോകേണ്ടി വരും കേട്ടോ. ഇവിടെ ഒരു ഹെലിപ്പാഡൊക്കെ ഉണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ഹെലിപ്പാഡ്. പിന്നെ മാര് ഭയങ്കര, എനിക്ക് എൻ്റെ ഒരു ഇതിൽ വെച്ച് ഭയങ്കര ഇതാണ് കേട്ടോ. പൈസ ഭയങ്കര കേട്ടോ. അതായത് കാറൊക്കെ പുറത്ത് പാർക്ക് ചെയ്യാൻ 200 രൂപ, ബൈക്കാണെങ്കിൽ 100 രൂപ. അത് ഭയങ്കര ചാർജാണ് കേട്ടോ. പിന്നെ ഫോറിനേഴ്സിനാണെങ്കിൽ 600. ഫോറിനേഴ്സിനൊക്കെ ഞാൻ നമ്മുടെ പല സ്ഥലങ്ങളിലും അത്യാവശ്യം റേറ്റ് കണ്ടിട്ടുണ്ട് കേട്ടോ. പിന്നെ എന്താണ്, പിന്നെ ഇവരുടെ വണ്ടിക്ക് പോകാനാണെങ്കിൽ എന്തോ 200 രൂപ എന്തോ റേറ്റ് ഉണ്ട്. പിന്നെ അതേപോലെ സ്റ്റുഡൻസ് ആണെങ്കിൽ പിള്ളേരൊക്കെ ഉണ്ട്, അതായത് 11 വയസ്സ് വരെയുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് 100 രൂപ കേട്ടോ. അങ്ങനെ
ഏകദേശം 2 കിലോമീറ്റർ ഉണ്ടെന്നാണ് കേട്ടോ പറഞ്ഞത്. ശരിക്കും നമ്മൾ കുറച്ചും കൂടെ ഒരു ഡിസംബർ ടൈമൊക്കെ വന്നെയാണെങ്കിലുണ്ടല്ലോ ഫുള്ള് സ്നോ ആയിരിക്കും കേട്ടോ ഇവിടെ. അത് അടിപൊളിയാർത്താ. ശരിക്കും ഡിസംബറിലൊക്കെ വന്നോട്ടെ ഇവിടെ വന്നെയാണെങ്കിൽ. പിന്നെ അവിടെയൊക്കെ പാർക്ക് ചെയ്യാൻ കേട്ടോ. അവിടേക്ക് എനിക്ക് തോന്നുന്നു പിന്നെ റേറ്റ് കുറവായിരിക്കുമെന്ന് തോന്നണം കേട്ടോ, അറിയില്ല, ഞാൻ ചോദിച്ചില്ല കേട്ടോ അവിടെ എങ്ങനെയാണ്. കാരണം അവിടെ ഈ റെസ്റ്റോറൻറ്റൊക്കെ അതായത് ചെറിയ ചെറിയ കടകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ അവരാണ് അവിടെ പാർക്കിങ് ചെയ്യണം. അപ്പോൾ അവരിടുന്ന റേറ്റാണ് കേട്ടോ അത്. അപ്പോൾ ഇതാണ് കേട്ടോ റൂട്ട്. അതന്നെ ഇതിൻ്റെ ഉള്ളിൽ ഡ്രോൺ അവിടെ അല്ലാട്ടെ, എന്താ കാരണമെന്ന് എനിക്കറിയില്ല. പിന്നെ അതേ അവിടെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ നടത്തേണ്ട കേട്ടോ. നല്ല സ്പേസാണ് കേട്ടോ വെഡ്ഡിങ് ഷൂട്ടായാലും. അത് തന്നെ വെഡ്ഡിങ്ങിൻ്റെ വീഡിയോ എടുക്കാനുള്ള ഡ്രോണാണ് കേട്ടോ അത്. ഞാനിപ്പോഴാണ് ശ്രദ്ധിച്ചാൽ. ഇതിൻ്റെ ഉള്ളിൽ അലൗഡ് അല്ല കേട്ടോ. എന്നാലും ഓക്കെ അങ്ങോട്ടേക്ക് പോട്ടാ. ശരിക്കും എന്താണ് ജോർജ് എവറസ്റ്റ് എന്ന് പറഞ്ഞത് ശരിക്കും ആ ഒരു വ്യക്തിയുടെ പേരാണ് ഇവിടെ കേട്ടോ. പുള്ളി ഇവിടുത്തെ എന്തോ ജനറൽ എന്തോ ആയിരുന്നു പുള്ളി. അതായത് ഇവിടെ മേളിലെന്തോ ഒരു ലബോറട്ടറി എന്തോ ഉണ്ട്. അപ്പോൾ അവിടെ ആയിരുന്നു. അങ്ങനെ പുള്ളി അവിടെ നിന്ന് ഏകദേശം 16 വയസ്സിലാണ് പുള്ളി ഇന്ത്യയിലേക്ക് വന്നത്. അവിടെ നിന്ന് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് പോയി. അപ്പോൾ പുള്ളി തിരിച്ചു പോയി അവിടെ എത്തിക്കേണ്ടെന്ന് മരണപ്പെട്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ പേര് വന്നിട്ട്. ശരിക്കും പേരെന്തോ പേരങ്ങാണ്ട് കയറുന്നു ഇവിടെ. അങ്ങനെ ആയിരുന്നിട്ടാ. അപ്പോൾ എന്നോട് നമ്മുടെ ഇന്ന് താമസിച്ചല്ല ഇന്നലെ, അപ്പോൾ അവിടുത്തെ പുള്ളിയായിട്ട് എന്നോട് പറഞ്ഞത്. പിന്നെ അതുപോലെ പുള്ളിയാണ് കേട്ടോ ഈ മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തത്. അതായത് എവറസ്റ്റിലേക്കുള്ള മാപ്പിങ് കാര്യങ്ങളൊക്കെ എന്തോ ചെയ്തതിൻ്റെ ഇതൊരു പാർട്ട് പുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ കൊണ്ടാണ് അങ്ങനെ വന്നത്. അതാണ് പുള്ളിയുടെ പേര് ജോർജ് എവറസ്റ്റ് എന്ന് വന്നേക്കണം കേട്ടോ. കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. പക്ഷേ ഇത് മാക്സിമം എനിക്ക് തോന്നുന്നത് അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ഹെലിപ്പാഡ് ഉണ്ട്. അവിടം വരെയൊക്കെ പോകുള്ളൂ ആയിരിക്കും. കണ്ടില്ലേ, വേണ്ട നമുക്ക് വേണമെങ്കിൽ സൈക്കിൾ കൊണ്ടുവരാറുണ്ട്. പക്ഷെ ഞാനിങ്ങനെ തള്ളി കൊണ്ടുവരാമെന്ന് ആലോചിക്കുമ്പോഴായിരുന്നു. പിന്നെ ഇറങ്ങുമ്പോഴും കുറച്ച് പണിയാണ്. അതാണ് പിന്നെ സൈക്കിൾ കയറ്റാനേട്ടാ. അല്ലെങ്കിൽ നമ്മൾ സൈക്കിൾ കയറ്റുമായിരുന്നു. അല്ലെങ്കിൽ നമുക്ക് എന്താ, നമ്മൾ ഈ കയറുന്ന വഴിക്കിൽ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതേപോലെ അടിയിലും അവിടെ ഒരു കടയുണ്ട് കേട്ടോ. പക്ഷേ ഇവിടെയൊക്കെ ചാർജസ് ഉണ്ടാവും, കാരണം കൂടുതലായിരിക്കും കേട്ടോ. ഇപ്പോൾ MRP ഇപ്പോൾ 10 ആണെങ്കിൽ 15-20 ആയിരിക്കും. കാരണം ഇവരിപ്പോൾ താഴത്തു നിന്നാണ് ഇത് മേളിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ അതിൻ്റെ ചാർജസ്, പിന്നെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ മാത്രമല്ലേ ഒരു കച്ചവടം ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഈ റൂട്ടിലൊക്കെ ആരും പോകില്ലല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ചാർജസ് കൂടുതലായിരിക്കും കേട്ടോ. ഒരു കാറൊക്കെ പോകണ്ട കേട്ടോ. അപ്പോൾ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരെന്നോട് പറഞ്ഞ് വണ്ടിയൊന്നും അലോഡല്ലെന്ന് പറഞ്ഞ്, സൈക്കിൾ കയറാമെന്ന് പറഞ്ഞ്. എനിക്ക് ഒന്നല്ലെങ്കിൽ നിന്നെ വേറെ ചാർജസ് ഉണ്ടോ, എന്താ സംഭവം എന്ന് അറിയില്ല കേട്ടോ. പിന്നെ ആകെ വെച്ചപ്പോൾ ഇവരുടെ വണ്ടിക്ക് മാത്രമേ അങ്ങാടി കയറ്റാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ താഴ്ത്ത് കണ്ടില്ല, ഒരുപാട് ആൾക്കാർ അവിടെ പാർക്ക് ചെയ്യണം. അവർക്ക് ആ പാർക്കിംഗ് പൈസ ഉണ്ടെങ്കിൽ നേരെ കയറ്റാൻ പോലെ. അത് ഞാൻ ആലോചിക്കണം. അപ്പം ഇവർക്ക് ഇവരുടേതായിട്ടൊരു വണ്ടിയാണ് കേട്ടോ. ആ വണ്ടി അങ്ങാടി കയറുള്ളൂ എന്ന് ഇവരെന്നോട് പറഞ്ഞു. ഇപ്പോൾ ഒരു വണ്ടി പോയാണ്ടില്ലേ, എന്താ ഇവിടെ വേറെ കാറൊക്കെ എടുക്കുന്നുണ്ട്. ലേ സ്റ്റേഷനാണത്. ഇല്ലില്ല, ലേ അല്ലല്ല, ലേ ആണത്. UA രജിസ്ട്രേഷൻ. UA എന്ന് പറഞ്ഞാൽ ഏതാ? ഇപ്പോൾ അടുത്ത വണ്ടി വരുന്നുണ്ട് കേട്ടോ. വണ്ടിയില്ലേ, ഇത് ഇവരുടെ വണ്ടിയാണ് കേട്ടോ. ഈ വണ്ടിയാണ് കയറുമെന്ന് എന്നോട് പറഞ്ഞ കേട്ടോ. ഇല്ലേ, ഈ ഒരു വണ്ടിയാണ് കയറണം. അത്യാവശ്യം ആൾക്കാരും ഉണ്ട്. ഇനി ചാർജസ് ഉണ്ട് കേട്ടോ. എത്രയെന്ന് അറിയില്ല. എനിക്ക് തോന്നുന്നത് 200, 300, 500 തോന്നുന്നത് കേട്ടോ. ഒരേ പിടുത്തമില്ല. നമ്മൾ നേരത്തെ കണ്ട വണ്ടികളില്ലേ, അവർ ഇങ്ങാടേ കണ്ടാവുന്ന. ഒന്നാമത്തെ കേസ് ഇവിടെ എന്താണ് റിസോർട്ട് പോലത്തെ സംഭവം ഉണ്ട് കേട്ടോ. ഒരു ബേസ് ക്യാമ്പാണ്, എവറസ്റ്റ് ബേസ് ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഏതൊരു ക്യാമ്പ് റിസോർട്ടാണ്. ഹോട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻറ്റ്. അപ്പോൾ ഈ വഴിയാണ് കേട്ടോ പോകണം. ശരിക്കും ഇങ്ങാടേക്കാണ് വണ്ടികൾ വന്നത്. അപ്പോൾ അത് ഞാൻ ആലോചിച്ച് ഇനി മേലിലേക്ക് വണ്ടി ഉണ്ടാകുന്നു. പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരു എന്താണ് ഒരു ഹെലിപ്പാഡ് ഉണ്ട്. അവിടെ വരെ വണ്ടി പോകുമെന്ന് പറഞ്ഞാന്ന് ഇവർ. അപ്പോൾ അങ്ങാടേക്ക് ആയിക്കോളൂ ആ വണ്ടി പോയത് കേട്ടോ. പിന്നെ അതുപോലെ അവിടെ ഒരു ഇതുണ്ട് കേട്ടോ, ചെക്ക് പോസ്റ്റ് ഉണ്ട്. അവിടെ നമ്മൾ ടിക്കറ്റ് കാണിക്കണം കേട്ടോ. കാരണം എന്നാലും മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റുള്ളൂ. അത്യാവശ്യം ആൾക്കാരുണ്ട് കേട്ടോ.
നമ്മൾ ആ ചെക്ക് പോസ്റ്റിൽ നമ്മൾ ടിക്കറ്റ് കാണിച്ചിട്ട് വന്നിട്ടാ. അപ്പോൾ അവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ ശ്രദ്ധിച്ചാൽ ഡ്രോൺ നമുക്ക് യൂസ് ചെയ്യാം. അതിന് ഇത്ര 5000 രൂപ കൊടുക്കണം ഡ്രോണകത്ത് യൂസ് ചെയ്യണമെങ്കിൽ. അത്രയും പൈസ കൊടുത്തിട്ട് ഡ്രോൺ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പണിയാണ്. പിന്നെ അതേപോലെ തന്നെ വെഡ്ഡിങ് ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അതിന് ഏകദേശം 25,000 രൂപയുണ്ട്. അതും 3 മണിക്കൂർ തൊട്ട് 4 മണിക്കൂർ വരെ കേട്ടോ. പക്ഷെ എന്താണ് എന്ത് കോഴിനെ ആലോചിക്കണം. നല്ല പൈസ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ. പിന്നെ ഇവിടെയൊക്കെ ചെറിയ ക്യാമ്പിങ് കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല റേറ്റ് ഉണ്ടാവും കേട്ടോ. കാരണം ഇമ്മാതിരി ടിക്കറ്റിന് തന്നെ ഉണ്ടല്ലേ 200 രൂപ. പിന്നെ വണ്ടി കയറ്റാനാണെങ്കിൽ ഇത്ര രൂപ, പാർക്കിങ്ങിന് 200 രൂപ, കാറൊക്കെ ആണെങ്കിൽ ഭയങ്കര ഇതാണ് കേട്ടോ. അല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടാ. ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാ. അപ്പോൾ മറ്റേ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവരിപ്പോൾ ഡ്രോപ്പ് ചെയ്തിട്ട് വന്നു കേട്ടോ. പിന്നെ അതേപോലെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ അത് കണ്ടില്ലേ ഇവിടെയൊക്കെ കോട വന്ന കണ്ടില്ലേ, അടിപൊളിയാണ്ട. ഞാൻ ആലോചിക്കണേ നമുക്ക് വന്ന വഴിക്ക് ഇവിടെ കാണാം. നമുക്ക് നേരെ പീക്കിലേക്ക് പോകാട്ടോ. നല്ല കോടയുണ്ടാ, ചൂടുണ്ട്, നല്ല വെയിലും കാര്യങ്ങളുണ്ടെങ്കിലും അത്യാവശ്യം ഇതാണ്ടാ. അതായത് ഈ ഒരു റൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെലിപ്പാഡിലേക്ക് പോകാൻ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ മറ്റേ എയർ സഫാരി കാര്യങ്ങളുണ്ട്. ശരിക്കും നമുക്ക് അങ്ങാടേക്ക് കണ്ട പീക്കിലേക്ക് പോകേണ്ടത് കണ്ടില്ലേ, ഫുള്ള് കോടയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, എന്നാലും അങ്ങാടൊക്കെ ഒന്ന് പോയിട്ട് വരാട്ടാ. വെയിലുണ്ട്, അത്യാവശ്യം വെയിൽ കാര്യങ്ങളുണ്ട്. പിന്നെ അതേപോലെ ചെറിയ തണുപ്പുണ്ട് കേട്ടോ. പിന്നെ എന്നിട്ട് നമുക്ക് പീക്ക് കയറാട്ടാ. ഇവിടുന്ന് കുറച്ചുള്ളൂ കേട്ടോ. കണ്ടില്ലേ കോട മഞ്ഞ കണ്ടില്ലേ നിങ്ങൾ, അടിപൊളിയായിട്ട് കാണാൻ. പക്ഷെ എന്നാലും ഞാനത് ആലോചിക്കണം, ഇതൊക്കെ ടിക്കറ്റൊക്കെ വെച്ച് ഇത്രയും പൈസക്കൊക്കെ എനിക്കൊന്നും ഇതാണ് കേട്ടോ. ജോർജ് എവറസ്റ്റ് ആ പുള്ളി താമസിച്ചത് കേട്ടോ. അതായത് ജോർജ് എവറസ്റ്റ് ഹൗസ് എന്ന് പറയണത് ഇതാണെന്ന് തോന്നുന്നത്. ഇതാണോ അല്ലെങ്കിൽ ഇനി അവിടെ ആണോ? നമുക്ക് ഇന്നലെ അങ്ങോട്ട് പോവാട്ടോ. കണ്ടില്ലേ അടിയിൽ നിന്ന് ഇങ്ങനെ കോട വന്നെ കണ്ടില്ലേ. എന്തായാലും മേലിലേക്ക് കയറാം. മേലിലേക്ക് കയറുമ്പോൾ അത്യാവശ്യം കോടകൾ കാര്യങ്ങളുണ്ടാവും. ഈ ഒരു റൂട്ടാണ് നമ്മൾ പീക്കിലേക്ക് പോകണം. അപ്പോൾ അതേ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ എവറസ്റ്റ് കയറുന്നതിൻ്റെ ഒരു ഇതായിട്ടാണ് കൊടുത്തേക്കണം. അതായത് ട്രക്ക് ചെയ്യണതിൻ്റെ ഒരു ഇതായിട്ടാണ് കൊടുത്തേക്കണം. കണ്ടില്ലേ നമ്മളെ ജോർജ് എവറസ്റ്റ് കയറുമ്പോൾ നമ്മളിവിടെ ഒരു ഇത് എഴുതണം. അതായത് ഒരു ഫോമുണ്ട്. അതായത് നമ്മൾ ഇത് കയറുമ്പോൾ നമ്മുടെ സ്വന്തം റിസ്കിലാണ്. അതായത് ഇവിടെ വെച്ച് നമുക്ക് എന്ത് സംഭവിച്ചാലും, അതായത് ഇപ്പോൾ ഇൻ കേസ് നമ്മൾ മരണപ്പെട്ടാൽ പോലും അതെല്ലാം അതിൻ്റെ ഉത്തരവാദിത്വം ഇവർക്ക് ആർക്കുമില്ല, നമ്മുടെ തന്നെയാണെന്ന് എഴുതി നമ്മൾ ഈ ഫോം ഫില്ല് ചെയ്യണം കേട്ടോ. അതാണ് ഈ ഒരു ഫോം. അപ്പോൾ നമ്മൾ കയറണമെങ്കിൽ ഇത് ഫില്ല് ചെയ്തിട്ട് വേണം കേട്ടോ കയറാൻ. അപ്പോൾ എന്തായാലും നമുക്കിത് ഫില്ല് ചെയ്യാം. എന്നിട്ടേ ഞാൻ ബാക്കി ഡീറ്റെയിൽസ് പറയാം കേട്ടോ. അങ്ങനെ നമ്മൾ ഫോം ഫില്ല് ചെയ്തേട്ടാ. അതായത് ഇവിടെ വെച്ച് നമുക്ക് എന്ത് സംഭവിച്ചാലും ഇവർ യാതൊരു കാരണവശാലും ഉത്തരവാദിത്വമില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ മരണപ്പെട്ടാൽ പോലും ഇവർ ഇതില്ലെന്നാട്ടോ പറയണോ. അപ്പോൾ അത് നമ്മൾ എഴുതി കൊടുക്കണം. ആ ഒരു ഫോമാണ്. അതെ നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാട്ടോ. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. ഇവിടെ നോക്കുമ്പോഴുള്ള വ്യൂ നോക്കിയേ, ഒന്നും കാണാൻ പറ്റാത്ത അടിയില്ല, ഫുള്ള് കോടയാണ്. പിന്നെ അത് ഇവിടെ ഒരു പൈപ്പ് പോയിട്ടുണ്ട്. അതായത് എനിക്കൊന്നും എവിടെ നിന്നോ മലയെന്ന് വന്ന വെള്ളം ഇവർ പമ്പ് വഴി കണക്ട് ചെയ്തിട്ടാണ് അങ്ങാടേക്ക് പോകണം. ഇതൊക്കെ കുടിക്കണ വെള്ളം ഉണ്ടാ. അപ്പോൾ ലീക്ക് ഉള്ളതുകൊണ്ട് ഇങ്ങനെ പോണേട്ടാ. നമ്മളെ ആ കാണുന്ന ഇതില്ല, ആ ഒരു വീട് പോലത്തത്, എനിക്കൊന്നും അതാ ലബോറട്ടറി ആണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ അത് ഇത്ര നേരം കോടയിൽ ഇരിക്കണായിരുന്നു കേട്ടോ. ഇപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കോട ഫുള്ള് പോയത്. അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇതേ ടിബറ്റൻ ഫ്ലാഗ് ആണ്ടേക്ക് കാണുന്ന. ഇതാണ് കേട്ടോ വഴി. നമ്മൾ വരുംതോറും വഴി ചെറുതായിട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ആദ്യം കയറിയില്ലെന്ന് തോന്നുന്നു. നല്ല കോടയുണ്ട് കേട്ടോ. അപ്പോഴും നമ്മൾ കയറണ ഇത് നോക്കി തന്നെ കയറണം. അപ്പോൾ ഇതിപ്പോൾ കുറച്ച് പേര് ഇറങ്ങി പോകണ്ടായിരുന്നു. അപ്പോൾ അവർ പീക്ക് വരെയും പോയില്ല, കുറച്ച് പോകുന്നതെന്നാണ് പറഞ്ഞത്. കുറച്ച് പോയിട്ട് പിന്നെ ഇറങ്ങിയെന്നാട്ടോ പറയണം. പക്ഷെ നമ്മളെന്തായാലും കയറും കേട്ടോ. നമ്മളെന്തായാലും കയറണമെന്ന് ശേഷം വന്നാൽ മാക്സിമം നമ്മൾ നോക്കും. അടിപൊളിയാണ് കേട്ടോ. ഇങ്ങനത്തെ റോഡാണ്ടോ. അപ്പോൾ കയറുന്ന വഴി തന്നെ ഉണ്ട്. അപ്പോൾ സൂക്ഷിച്ച് വേണം കയറാൻ. എൻ്റെ ഷൂവേ തേഞ്ഞിരിക്കണേന്ന്. അപ്പോൾ അതാണ്ടാ. കുറേ പേരൊന്നും കയറിയില്ല കേട്ടോ. നമ്മൾ പുറകിൽ കുറച്ച് പേരുണ്ടായിരുന്നു, അവർ കയറില്ല, റിട്ടേൺ പോയിട്ടാ. ഇത്ര നേരം സ്റ്റെപ്പായിരുന്നു കേട്ടോ. സ്റ്റെപ്പ് ഇങ്ങനെ വന്നപ്പോൾ റൂട്ട് ചെറുതായി.
ഫുള്ള് കോടേണ്ട. ഇപ്പോൾ ഇതിങ്ങനെ കയറി തന്നെ ഒഴിക്കിത് ഇവിടെ എന്തോ ഉണ്ട് കേട്ടോ, റെസ്റ്റോറൻ്റ് ആണെന്ന് തോന്നുന്നുണ്ടോ, വഴി മാറിപ്പോയല്ലെങ്കിൽ ഇവിടുന്ന് ചോദിക്കാം. ഇതൊക്കെ ഫുള്ള് ടിബറ്റൻ ഫ്ലാഗാണ് കേട്ടോ. എന്താണ് നേച്ചർ ക്യാമ്പ്. ഇവിടെ ചോദിച്ചു നോക്കാട്ടാ. भैया जॉर्ज एवरेस्ट पीक ये रास्ता ഓക്കെ. ഇവിടെ ഒരു വ്യൂ കണ്ട കേട്ടോ, നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. കണ്ടില്ലേ, ഇതാണ്ട വ്യൂ. ഇത് ചെറിയ റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ടേ കയറാം. വ്യൂ ഒന്നും വലിയ രീതിയിൽ കാണാൻ പറ്റില്ല, ഫുള്ള് കോടയോണ്ടേ. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗാണ് കേട്ടോ. ഇതിപ്പോൾ ഇങ്ങനെ കയറി വന്നപ്പോൾ കൺഫ്യൂഷൻ ആയില്ല, രണ്ട് വഴിയുണ്ട്, ഒന്ന് ഇങ്ങാടും ഉണ്ട് ഒന്ന് ഇങ്ങാടും ഉണ്ട്. ആരുമില്ലല്ലോ, ഇങ്ങനെ കയറി നോക്കാം. അപ്പോൾ നമ്മൾ കയറിയ വഴി തന്നെയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഈ ഒരു റൂട്ടാണ്, മറ്റേതല്ല കേട്ടോ. അടിയിലൊക്കെ ആൾക്കാർ കയറാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കണേന്ന്. വെയിറ്റ് ചെയ്ത് നിൽക്കണല്ല, റെസ്റ്റ് എടുത്ത് കയറണേട്ടാ. പക്ഷെ നമ്മളെ ആക്റ്റീവായിട്ടാണ് നമ്മൾ കയറാ. നമുക്കിനി ഇവിടുന്ന് അങ്ങോട്ട് മേളിലേക്കാണ്ട് കയറണ്ട. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇങ്ങോട്ട് എന്താ സംഭവം എന്നൊക്കെ നോക്കിയിട്ട് വരാം കേട്ടോ. നമ്മളെന്തായാലും ഇവിടെ കയറിയല്ലേ, അപ്പോൾ നമ്മൾ പല കാര്യങ്ങളൊന്നും കാണണം ഇവിടെ വരുമ്പോൾ. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. കണ്ടില്ലേ, ഇവിടെ നിൽക്കുമ്പോൾ അടിയൊക്കെ അടിപൊളിയായിട്ട് കാണാം കേട്ടോ. ഇപ്പോൾ ഇവിടെ കോടയില്ല, കോട ഈ സൈഡിൽ കണ്ടില്ലേ, അടി കൂടെയൊക്കെ വണ്ടി പോകണ്ട കേട്ടോ. നമ്മൾ കയറി വന്ന വഴിയൊക്കെയാണ് ഈ കാണുന്നത്. എനിക്ക് തോന്നുന്നത് ഇത് നമ്മുടെ മസൂരി ടൗൺ അല്ല, മസൂരി ടൗൺ അല്ല ഇതെനിക്ക് തോന്നുന്നത് ഡെറാഡൂൺ പോണ റൂട്ടാണെന്ന് തോന്നുന്നുണ്ടാ. ഇപ്പുറത്ത് ഒന്നും കാണാൻ പറ്റില്ല, ഇപ്പുറത്ത് ഫുള്ള് കോടയായോണ്ടേ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ മേലിലേക്ക് പോകട്ടാ. പിന്നെ അതേപോലെ ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മുടെ ടിബറ്റൻ ഫ്ലാഗ് അവിടെ നിന്ന് അങ്ങാടി കണക്ട് ചെയ്തിട്ടുണ്ട്. അവിടെ കുറേ ആളുകളുണ്ട്. നമുക്ക് എന്തായാലേ അങ്ങോട്ടൊന്ന് കയറണം കേട്ടോ, അടിപൊളിയാണ്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും ആകെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 200 രൂപ ഫീസുണ്ട്. പിന്നെ അതേപോലെ വണ്ടി അങ്ങനെ കയറണം, വണ്ടി കയറണതിന് വേറെ ഫീസ്, അങ്ങനെ കുറേ ചാർജസ് ഉണ്ട് കേട്ടോ. പാർക്കിങ്ങിന് തന്നെ 200 രൂപ, 400 രൂപ, 400 ഇല്ലെന്ന് പറഞ്ഞു 200 എന്തോന്ന് 200 കേട്ടോ. അപ്പോൾ അത്രയും പൈസ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ. അല്ല എനിക്ക് അങ്ങനെ തോന്നിയിട്ടാ, അതുകൊണ്ട് പറഞ്ഞാൽ കേട്ടോ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ അങ്ങനെ ഫീസ് കാര്യങ്ങളൊന്നും ഇല്ലെന്നാട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഏറ്റവും വലിയ പീക്കിൽ കയറിയേട്ടാ. ഇതില്ലേ ഇവിടെ ഉണ്ട്, അപ്പുറത്ത് വന്നിട്ടാ. രണ്ടിലും കയറാട്ടാ, നമുക്ക് ടൈം ഉണ്ടല്ലോ, രണ്ടിലും കയറാം. അടിപൊളിയാട്ടാ. എനിക്ക് മൂക്ക് കിടപ്പ് മാറിയിട്ടില്ല ഇതുവരെയായിട്ടും. അവിടെ കണ്ടില്ലേ കോട ഇങ്ങനെ പൊങ്ങി തന്നെ കണ്ടില്ലേ. ഈ കാണുന്ന മസൂരി ടൗണാണ്ടാ. നല്ല വെയിലുണ്ടെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട്, കോടയൊക്കെ ഉള്ളതുകൊണ്ടേ. അത് കാരണം കുഴപ്പമില്ല. നിങ്ങൾ വരാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ ഡിസംബർ ലാസ്റ്റ് ആ ഒരു ടൈമൊക്കെ കൊള്ളിച്ച് വരാൻ നോക്കട്ടെ മാക്സിമം. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ കേട്ടോ. നമ്മൾ നേരത്തെ ആ ഒരു മലയിലായിരുന്നട്ടാ, ഇപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഇവിടെ നല്ല വ്യൂ ആണ് ഈ കാണാം, കണ്ടില്ലേ. പിന്നെ അതേപോലെ തന്നെ നമ്മൾ അടിയിൽ നിന്ന് കയറി വന്നല്ല, ആ ഒരു വഴിയാണ്. ആളുകളൊക്കെ കുറേ പേര് വന്നിട്ടുണ്ട് ഇപ്പോഴും, കണ്ടില്ലേ. മസൂരിയാണ് ഈ കാണാം. അടിപൊളി കാഴ്ചയുണ്ടോ. പക്ഷെ ഇതിനൊക്കെ ഇവർ ഞാൻ അത് ആലോചിക്കുന്നത്, ചാർജസ് ഒക്കെ എന്തിനാണ് കൊണ്ടുവന്നതെന്ന് ഞാൻ ആലോചിക്കുന്നത്. നല്ല കാഴ്ചയാണ്, പക്ഷേ
നമ്മളിപ്പോൾ ഉള്ളത് എവറസ്റ്റിലാണ്. അതായത് ഉത്തരാഖണ്ഡിലുള്ള ഒരു എവറസ്റ്റിലാണ്. അതായത് ജോർജ് എവറസ്റ്റ് എന്നാണ് ഈ ഒരു പീക്കിൻ്റെ പേര്. അതായത് ഞാൻ പറഞ്ഞില്ലേ ജോർജ് എവറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അദ്ദേഹമാണ് ഈ മാപ്പിങ്ങും കാര്യങ്ങളൊക്കെ എന്തോ ചെയ്തത്. അപ്പോൾ നമ്മുടെ എവറസ്റ്റിൻ്റെ അപ്പോൾ പുള്ളിയുടെ ഇത് എന്തോ ജോർജ് എവറസ്റ്റ് ഹൗസ് എന്ന് പറഞ്ഞ അടിയിലുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ ലബോറട്ടറി കാര്യങ്ങളൊക്കെ ഉണ്ട് അടിയിൽ. അപ്പോൾ അദ്ദേഹം മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഈ ഒരു പേര് വന്നത് കേട്ടോ, ജോർജ് എവറസ്റ്റ് എന്ന് ഇവിടെ ഈ ഒരു പീക്കിന് പേരിടാൻ കാരണം. ഇതാണ് ഇവിടെ. പിന്നെ ഇത് വേസ്റ്റിൻ്റെയൊക്കെ വേസ്റ്റ് ബാസ്ക്കറ്റൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ അത്യാവശ്യം കാണാമെന്ന് പറഞ്ഞാൽ നല്ല വ്യൂ ഉണ്ട്. പിന്നെ ഇപ്പോൾ കോടയുള്ളതുകൊണ്ട് വ്യൂ മര്യാദ കിട്ടാനുള്ള കേട്ടോ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം ഇവിടെ നമുക്ക് ഇന്നിട്ടേ പയ്യെ ഇവിടെ നിന്ന് ഇറങ്ങാം കേട്ടോ. നമ്മൾ അങ്ങനെ ഇവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. അപ്പോൾ അത് നേരെ തിരിച്ച് പോകണേണ്. അതായത് നമ്മുടെ സൈക്കിൾ ഞാൻ അടിയിലാണ് പാർക്ക് ചെയ്തേക്കണം. അപ്പോൾ അങ്ങോട്ടേക്ക് നമ്മൾ പോകണേ കേട്ടോ. അപ്പോൾ അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നല്ല തണുപ്പുണ്ട്, പക്ഷേ അതേപോലെ തന്നെ വെയിലും ഉണ്ട് കേട്ടോ. നമ്മളെ ഇപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. ഇറങ്ങിയത് ഇവിടെ വേറെ റൂട്ട് കാണിച്ചില്ലേ, ഹെലിപ്പാഡ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ മേലിൽ. അപ്പോൾ ആ ഹെലിപ്പാഡിൻ്റെ അങ്ങോട്ട് പോകണേണ്ട. ജസ്റ്റ് ഹെലിപ്പാഡൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇവിടെ ഇതാണ് കേട്ടോ ഹെലിപ്പാഡ്. കാരണം ഇവിടെ അടച്ചിട്ടേക്കണേ, അകത്തേക്ക് പ്രവേശനം ഇല്ലെന്നാണ് പറഞ്ഞത് പുള്ളി. ഇവിടെ അങ്ങനെ വേറൊന്നുമില്ല കേട്ടോ, ഒരു വ്യൂ പോയിൻ്റ് ആണ്. പിന്നെ അതേ അവിടെ വെള്ളം ഇതായിട്ടുണ്ട് കേട്ടോ, ആ ഒരു പൈപ്പ് പൊട്ടിയിരിക്കണേ. അപ്പോൾ ഇവിടെ നിന്ന് ആകെ കാണാൻ പറ്റിയ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഹെലിപ്പാഡ് കാണാൻ അടിപൊളിയായിട്ട് കണ്ടില്ലേ. അവിടേക്ക് എന്തോ ഉണ്ട് കേട്ടോ, എന്തോ ഓഫീസും കാര്യങ്ങളൊക്കെ എന്ന് തോന്നുന്നുണ്ട്. വേറൊന്നുമില്ല, നമ്മളിപ്പം വ്യൂ മേലിൽ നിന്ന് കണ്ടല്ലോ, അതാണ് ഏറ്റവും അടിപൊളിയായിട്ടുള്ള വ്യൂ എടുത്തേട്ടാ. എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം. അങ്ങനെ നമ്മുടെ ആ ചെക്കിങ്ങിൻ്റെ ആ എൻട്രൻസിൻ്റെ അവിടെ എത്തി കേട്ടാ. നമ്മുടെ സൈക്കിളിൽ അവിടെ എത്തി. അപ്പോൾ അതേ മറ്റേ വണ്ടിയാണ് കേട്ടോ ഈ കാണുന്ന. സൈക്കിൾ ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്, താഴത്തൊന്നും വീണിട്ടില്ല കേട്ടോ. അത്യാവശ്യം ടൂറിസ്റ്റുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ അതേ നമ്മുടെ സൈക്കിൾ ഇവിടെ സെറ്റാണ്, സെറ്റായിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ലെന്ന് തോന്നുന്നത്. ഓക്കേ, എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങാം. ഇനിയിപ്പോൾ നമ്മൾ ഈ വഴി ഇറങ്ങിയാണ്ട് പോകുന്നത്, ഈ വഴി ഇനിയിപ്പോൾ കയറി അങ്ങോട്ട് പോകണം. എന്നിട്ട് ഇവിടെ അടുത്തൊരു വാട്ടർഫാൾ ഉണ്ട് കേട്ടോ, കെംപ്റ്റി വാട്ടർഫാൾ. ഏകദേശം അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ, കിലോമീറ്റർ ഉണ്ട്. നമുക്ക് എന്തായാലും അങ്ങോട്ടേക്ക് പോകാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ മസൂരി അങ്ങനെ പ്ലാൻ ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പയ്യെ ഇറങ്ങാം കേട്ടോ. നമ്മളെ ഇപ്പോൾ കെംപ്റ്റി വാട്ടർഫാൾ കാണാൻ വേണ്ടി പോകണം കേട്ടോ. അപ്പോൾ അത് ഇവിടെ കുറച്ച് ആൾക്കാരെ വഴിയിൽ വെച്ച് കണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം കേട്ടോ. ഹായ്, आपका नाम? मेरा युवराज। युवराज, आप किधर का है? देहरादून। देहरादून, ओके. हेलो ब्रो, मैं तेसी राजपूत फ्रॉम अहमदाबाद। अहमदाबाद. ओ यू आर आल्सो फ्रॉम गुजरात, ओके. आपका नाम? राशिदा, ओके. आपका? रेखा, प्रॉपर देहरादून का? अच्छा अच्छा. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ ജസ്റ്റ് പോകണുണ്ട്, ചെറിയൊരു ഫോറസ്റ്റ് റൂട്ടാണ്. അപ്പോൾ പോകണേക്കാണ് ഇവരെ കണ്ടത്. എനിവേ നൈസ് ടു മീറ്റ് യു. ഓക്കെ, സി യു. നമ്മളെ ഇങ്ങനെ ഇറങ്ങിപ്പോണേ കേട്ടോ. അതായത് കെംപ്റ്റിയിലേക്കാണ് പോണത്, കെംപ്റ്റി വാട്ടർഫാള്. അപ്പോൾ ഭയങ്കര ഇറക്കമുണ്ടാ. ഇനിയിപ്പോൾ അത്യാവശ്യം ഇറക്കമുണ്ട്, കാരണം ബ്രേക്ക് പിടിച്ച് അങ്ങനെ പോയിക്കാൻ ഒറ്റ പോക്ക് അങ്ങനെ പോവും. മിക്കവാറും ഒരു പണി കിട്ടാനും ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നി. അതാണ് ഞാൻ പയ്യെ പിടിച്ചാണ്ട് ഇറങ്ങണം. വണ്ടിയൊക്കെ ഇറങ്ങിപ്പോണേക്കെ അടിപൊളിയായിട്ട് ഇറങ്ങിപ്പോണം. കണ്ടില്ലേ, ഇവരൊക്കെ അടിപൊളിയായിട്ട് ഇറങ്ങിപ്പോണം. നമുക്ക് കെംപ്റ്റി വാട്ടർഫാൾ പോകാനുള്ള റൂട്ട് ഇതാണ് കേട്ടോ. പിന്നെ അതേ ഈ റൂട്ടാണ്, അതായത് ഡെറാഡൂൺ 32 കിലോമീറ്റർ, മസൂരി 1 കിലോമീറ്റർ കേട്ടോ ഈ വണ്ടി. പിന്നെ എന്താണ് ഡൽഹിയൊക്കെ 270 കിലോമീറ്റർ കേട്ടോ, ഉത്തരകാശി 119 കിലോമീറ്റർ. അപ്പോൾ നമ്മളിങ്ങാടായി കാണാൻ പോകണം. ഒരു രക്ഷയിലാട്ടോ, ഭയങ്കര എളുപ്പമാണ്ടാ. ഞാനാണ് ജാക്കറ്റ് ഇട്ടിട്ടില്ല, തെർമൽ മാത്രമേ ഇട്ടുള്ളൂ കേട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ ചെറിയൊരു ടീഷർട്ട് ഉണ്ട്, നോർമൽ ടീഷർട്ട്. ഇനിയിപ്പോൾ ജാക്കറ്റ് എടുക്കണമെങ്കിൽ എവിടെയെങ്കിലും ഫുൾ നിർത്തി ബാഗ് ഫുൾ അയച്ചിട്ടുകൊണ്ട് എടുക്കാനായിട്ടാ. ടൈം കുറേ ഇതാവും. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ച് 8 കിലോമീറ്റർ കൂടെ ഉണ്ട് കേട്ടോ ഇവരെ കണ്ടിട്ട് പറ്റിയത് തോന്നുന്നത്. അപ്പോൾ അടിയിലേക്ക് പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മളെ ഇപ്പോൾ തന്നെ ഏകദേശം വൈകിട്ടായി, ഒരു 6 മണിയായിട്ട്, 6 മണി ആറായിട്ടുണ്ട്. 6 മണിയായിട്ടില്ല, 5:30 അത്ര ആയിട്ടുള്ളൂ കേട്ടോ. നല്ല തണുപ്പുണ്ട് കേട്ടോ, ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ട് എത്ര തണുപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ജാക്കറ്റ് ഇടണം. അപ്പോൾ ഞാൻ എന്തായാലും നേരെ താഴത്തേക്ക് പോകാം നമുക്ക്. അപ്പോൾ ചിലപ്പോൾ ഇന്ന് വാട്ടർഫാൾ മര്യാദ കാണാൻ പറ്റുമോ അറിയില്ല. അങ്ങനെയാണെങ്കിൽ ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാമെന്ന് വെച്ചിട്ടോ. ടെൻ്റ് അടിച്ച് കഴിഞ്ഞാൽ എന്താവും അറിയില്ല കേട്ടോ, നല്ല തണുപ്പുണ്ട്. നമ്മളെ പോണേക്ക് ഇവിടെ കുറച്ച് മലയാളികളെ കണ്ടിട്ടാ. എങ്ങനെയാണ് പേരെങ്ങനെയാ ബ്രോ? എൻ്റെ ജോയൽ. ജോയൽ. എവിടെയാണ് സ്ഥലം എവിടെയാ? ഞങ്ങള് ഡൽഹിയിലാണ്, കേരള. ഓ, കാരണം നമ്മളെ നമ്മൾ നല്ല സ്ഥലത്ത് വെച്ചാണ് കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഇറക്കമുണ്ട കെംപ്റ്റി വാട്ടർഫാൾ പോകണേ. അപ്പോഴാണ് ഇവരെ കണ്ടേട്ടാ.
അപ്പോൾ എന്തായാലും അടിപൊളി കണ്ടേരി. ഇപ്പം നിങ്ങൾ ഇനി നേരെ കെംറ്റി പോയിട്ട് നേരെ തിരിക്കുമല്ലേ മസൂരി പോയിട്ട് പിന്നെ മസൂരി പോയിട്ട് നാളെ ഇവിടെ കുറച്ചുകൂടെ ഇറങ്ങി പിന്നെ ദേഹത്തൂരി പോകും. ഡെനോൾട്ടി പോകണ്ട? ഡെനോൾട്ടി ഇല്ല, നാളെ പോകും. നാളെ അല്ലേ? ഓക്കെ എന്തായാലും കണ്ടതിന് സന്തോഷമാട്ടാ. ഓക്കെ എന്തായാലും അടിച്ചു പൊളിക്കും. തിരിച്ചു വന്നാണ്ട് ഒരു പാവം. പിന്നെ അതുപോലെ ഭക്ഷണം കഴിച്ചില്ലാട്ട് ഇത്ര നേരമായിട്ട് ഭക്ഷണം ഉണ്ടാക്കണം. ഞാനപ്പോൾ ആലോചിക്കണേ വാട്ടർഫാൾ കണ്ടിട്ട് ഉണ്ടാക്കണം, അല്ലെങ്കിൽ എന്താണ് അവസ്ഥ എന്ന് അറിയാം. എന്നല്ലെങ്കിൽ ആദ്യം നേരെ വാട്ടർഫാളിൻ്റെ ആ ഏരിയ പോയിട്ടേ അവിടെ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ളൊരു സൗകര്യം നോക്കണം. എന്നിട്ട് വേണം എന്തെങ്കിലും ഉണ്ടാക്കാൻ. നല്ല തണുപ്പുണ്ട് കേട്ടോ. കടിയിലേക്ക് പോകട്ടെ. നല്ല വ്യൂ ആയിട്ട് ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു വഴിയായിട്ട് വാട്ടർഫാളിലേക്ക് പോകണം. നമ്മളെ വൻ്റെ വഴിക്ക് നല്ല തണുപ്പാണ്. ഇപ്പോൾ നമ്മളെന്തായാലും കെംറ്റി വാട്ടർഫാൾ ഇന്ന് പോകണില്ല, കാരണം ഇപ്പം തന്നെ ഏകദേശം 6:05 അപ്പം ഇനിയിപ്പോൾ എവിടെയെങ്കിലും ടെൻ്റ് അടിക്കാനുള്ള സംഭവം കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഒരു കാട്ട കണ്ടിട്ടാ. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഭക്ഷണം എന്തെങ്കിലുമൊക്കെ ചെറിയ സ്നാക്സ് വല്ലതും കഴിക്കാമെന്ന് വെച്ചാൽ എല്ലാത്തിനും റേറ്റ് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പുഴുങ്ങിയ മുട്ട മേടിച്ചിട്ടാണ്. വേറെ ഒന്നുമില്ല. നമ്മുടെ കയ്യിൽ കുറച്ച് മാഗി ഇരിപ്പുണ്ട്, അത് ഉണ്ടാക്കണം. ഇവിടെ മാഗി കഴിക്കാൻ പറ്റില്ല, നല്ല റേറ്റ് 60 രൂപയ്ക്ക് വെച്ച് വരും. അപ്പോൾ ഞാൻ തൽക്കാലം മാഗി പാക്കറ്റ് മേടിച്ചിട്ട് നമുക്ക് എന്തായാലും പോകണമെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കാം. ചായ ഓർഡർ ചെയ്യാമെന്ന്, ചായ വേണ്ടെന്ന് വെച്ചാൽ ചായക്ക് 20 രൂപയുണ്ട്. ചിക്കൻ ഉണ്ട് ആദ്യം പറഞ്ഞില്ല, ചായ ഇപ്പോൾ ഓർഡർ ചെയ്യാനുള്ള. അപ്പോൾ നമുക്ക് ചായ ഉണ്ടാക്കി കുടിക്കാമെന്ന് വെച്ച് മാഗിയുടെ ഒപ്പം. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും പോകണമെങ്കിൽ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി നോക്കണം കേട്ടോ. ഉണ്ടാവും ഒരുപാട് ഇതുണ്ട് ഇവിടെ. ഇഷ്ടംമാതിരി കടകളും റൂംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അതിന് ഒരു പന്നും ഉണ്ടാവില്ല, ടൂറിസ്റ്റ് ഏരിയ കൊണ്ട് ഇഷ്ടംമാതിരി ഉണ്ട്. അപ്പം എന്തായാലും ഇത് കഴിച്ചിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാട്ടാ. നമ്മളെ നേരത്തെ ഇവിടെ ഒരു കടയിൽ വന്നല്ല. അപ്പോൾ ഹായ്, आपका नाम क्या है भैया? आपका नाम? कृपाल सिंह നേഗി. അപ്പോൾ ആ പുള്ളിയുടെ ഹോട്ടൽ വന്നിട്ടുണ്ടാവും. പുള്ളി നമുക്ക് കഴിക്കാനുള്ള ഭക്ഷണം തന്ന്. അപ്പോൾ ഞാനിവിടെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലം ചോദിച്ചിട്ടാണ്. അപ്പോൾ പുള്ളി പറഞ്ഞ് ഒരു സ്ഥലം സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എനിക്ക്. ഞാൻ വെറുതെ ചോദിച്ചു ഇവിടെ പോകണമെങ്കിൽ എവിടെയും ടെൻ്റ് അടിക്കാൻ പറ്റുമോ ഞാൻ ചോദിച്ചു, കാരണം നല്ല തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ പുള്ളി പറഞ്ഞു നീ ഇവിടെ ഇരിക്കും, ഞാൻ സ്ഥലം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് പുള്ളി എനിക്കൊരു സ്ഥലം കാണിച്ചു തന്നു. അപ്പോൾ അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. അപ്പോൾ ആ തിരക്ക് മാറുമ്പോൾ അവിടെ അടിക്കാമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ പുള്ളിയുടെ കടയിലേക്ക് എന്നിട്ടാവും. അപ്പോൾ പുള്ളി എനിക്ക് ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ട് അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, എൻ്റെ മാഗി ഇരിപ്പുണ്ട്. നമ്മൾ അവിടെ കടയിൽ നിന്ന് മാഗി മേടിച്ചിട്ടുണ്ട്, അത് രണ്ടെണ്ണം. അപ്പോൾ ഇത് ഉണ്ടാക്കാനാന്ന് വെച്ചാൽ പിന്നെ കുറച്ച് അരി ഇരിപ്പുണ്ട്, ചോറുണ്ടാക്കാനാന്ന് വെച്ചാൽ എന്നോട് പുള്ളി പറഞ്ഞു നീ അതിപ്പോൾ ഉണ്ടാക്കണ്ട, നീ അത് പോകണമെങ്കിൽ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞിട്ട് പാവം നമുക്കിത് കഴിക്കാൻ ഫുഡ് ആലു പൊറോട്ട. എന്നോട് എന്താ വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല ഞാൻ കഴിച്ചോളാം എന്ന് പറയും. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ എന്തായിക്കോട്ടെ, നമ്മളങ്ങനെ ഓപ്ഷൻ ചെയ്യാൻ നിന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നിൽ ഇതിരിപ്പുണ്ട് ഉണ്ടായിക്കോളാന്ന് പറയുമ്പോൾ വേണ്ട ഉണ്ടാക്കണ്ട ഞാൻ തരാമെന്ന് പറഞ്ഞ് പാവം. അങ്ങനെ നമുക്ക് ആലു പൊറോട്ട തന്നിട്ടാം. പിന്നെ അച്ചാറുണ്ട്. പിന്നെ എന്തായാലേ ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം ഞാൻ കാണിച്ചിട്ടുണ്ട് ഇവിടെ നിന്ന്. അപ്പം കെംറ്റി എന്ന് പറഞ്ഞ സ്ഥലമാണ്.